ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും സ്റ്റഡി വിത്ത് സ്ക്വയറിലേക്ക് സ്വാഗതം. BEVAE 181 എൻവിറോൺമെൻറ്റൽ സ്റ്റഡീസ് എന്ന ടെക്സ്റ്റ് ബുക്കിലെ യൂണിറ്റ് 8 ബയോഡൈവേഴ്സിറ്റി ത്രെഡ്സ് ആൻഡ് കൺസർവേഷൻ എന്ന ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്? ബയോഡൈവേഴ്സിറ്റി, വാല്യൂ ആൻഡ് സർവീസസ് ആണ് ഡിസ്കസ് ചെയ്തത് അല്ലേ? ഇത് അതിൻ്റെയൊക്കെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെയാണ് ബയോഡൈവേഴ്സിറ്റി ത്രെഡ്സ് ആൻഡ് കൺസർവേഷൻ എന്ന ചാപ്റ്റർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ പറയട്ടെ, ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഇഗ്നോയിൽ ഡിഗ്രി ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ, അവർക്കൊന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്ട്രക്ചർ, ഈ ചാപ്റ്ററിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. ജസ്റ്റ് ഫസ്റ്റ് വൺ ഇൻട്രൊഡക്ഷൻ ഉണ്ടാകും, അത് കഴിഞ്ഞാൽ കോഴ്സസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, ലോസ്, ഹാബിറ്ററ്റ് ലോസ്, പിന്നെ ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ്, പിന്നെ പോച്ചിങ് ഓഫ് വൈൽഡ് ലൈഫ്, ബയോളജിക്കൽ ഇൻവേഷൻ, നീഡ് ഫോർ കൺസേർവിങ് ബയോഡൈവേഴ്സിറ്റി, കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി, ഇൻസിറ്റു കൺസർവേഷൻ, എക്സിറ്റു കൺസർവേഷൻ, നാച്ചുറൽ റിസർവ്സ്, പിന്നെ ജസ്റ്റ് സമ്മറി, പിന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. അപ്പോൾ ഈ ചാപ്റ്റർ കുറച്ച് ലോങ് ചാപ്റ്ററാണ്. അപ്പോൾ നോക്കാം എന്താണ് ഇൻട്രൊഡക്ഷനിൽ പറയുന്നതെന്ന് ആദ്യം പറയാം. Since 3.5 billion years ago when life began, about 500 million kinds of plants, animals and microorganisms have made Earth their home. അപ്പോൾ 3.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ജീവൻ ആരംഭിച്ചപ്പോൾ ഏതാണ്ട് 500 ദശലക്ഷം തരം സസ്യങ്ങൾ, അതുപോലെ തന്നെ മൃഗങ്ങളും പിന്നെ സൂക്ഷ്മാണുക്കൾ, അതാണ് മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുന്നത്. ഇവയൊക്കെ എന്താണ്, ഭൂമിയെ തങ്ങളുടെ ഭവനമാക്കി മാറ്റിയിരുന്നു. ഓക്കെ, ഇനി UN കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി സേസ് ദർ ആർ സം 13 മില്യൺ സ്പീഷീസ് സ്റ്റിൽ ലിവിങ് ഓൺ എർത്ത്, ഓഫ് വിച്ച് 1.7 മില്യൺ സ്പീഷീസ് ഹാവ് ബീൻ ഐഡൻറ്റിഫൈഡ് ആൻഡ് ഡിസ്ക്രൈബ്ഡ്. UN ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി കൺവെൻഷൻ പറയുന്നത് ഏകദേശം 13 ദശലക്ഷം ഇനം ഭൂമിയിൽ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. ഈ സസ്യങ്ങൾ, അതുപോലെ തന്നെ ആനിമൽസൊക്കെ ജീവിക്കുന്നുണ്ട്. 13 ദശലക്ഷം. അതിൽ 1.7 ദശലക്ഷം മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അവയെ മാത്രമേ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുള്ളൂ, അതുപോലെ വിവരിച്ചിരിക്കുന്നുള്ളൂ, ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളൂ, ഡിസ്ക്രൈബും ചെയ്തിട്ടുള്ളൂ. എത്രത്തോളം ജീവജാലകങ്ങൾ ഉണ്ട് എന്നത് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. അതിനൊരു സംഖ്യ കറക്റ്റായിട്ട് പറയാൻ നമുക്ക് കഴിയില്ല. കാരണം ഒരുപാട് സ്ഥലങ്ങൾ ഇനിയും നമ്മുടെ ഭൂമിയിൽ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ ഇനിയും കണ്ടുപിടിക്കാനുണ്ട്. അവിടുത്തെ ജീവജാലങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാനുണ്ട്. ജസ്റ്റ് എക്സാമ്പിൾ പറയുന്നത് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആണ്. അവിടെയാണ് ഒരുപാട് മെജോറിറ്റി ഓഫ് ദി ലിവിങ് ഓർഗാനിസംസ് ലിവ് ഓൺ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. ബട്ട് നമ്മൾ അവിടുത്തെ തന്നെ മുഴുവനായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. ഇനി ബാക്കിയുള്ള ഇൻട്രൊഡക്ഷൻ നിങ്ങൾ വായിച്ചോ, അതിൽ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അപ്പം നിങ്ങൾ വായിച്ചോ കേട്ടോ. ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം, അതായിരിക്കും നന്നാവുക. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കോഴ്സസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ്. ദ മെയിൻ കോഴ്സസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ് ഇൻക്ലൂഡ് ലാൻഡ് യൂസ് ചേഞ്ചസ്, changing levels of atmospheric carbon dioxide, changing climate, biological invasion and nitrogen deposition. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബയോഡൈവേഴ്സിറ്റി ലോസിന് കാരണമായി തീരുന്നത്. എന്തൊക്കെയാണ് ഒന്നും കൂടി പറയാം? ലാൻഡ് യൂസ് ചേഞ്ചസ്, ചേഞ്ചിങ് ലെവൽസ് ഓഫ് അറ്റ്മോസ്ഫിയറിക് കാർബൺ ഡയോക്സൈഡ്, ചേഞ്ചിങ് ക്ലൈമറ്റ്, ബയോളജിക്കൽ ഇൻവേഷൻ ആൻഡ് നൈട്രജൻ ഡെപ്പോസിഷൻ. ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് മെയിൻ കോഴ്സസ് കേട്ടോ. ബയോഡൈവേഴ്സിറ്റി ലോസിൻ്റെ മെയിൻ കോഴ്സസ് എന്ന് പറയുന്നത് ഇവയൊക്കെയാണ്. ഇനി നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഹാബിറ്റേറ്റ് ലോസ്, ആവാസ വ്യവസ്ഥ നഷ്ടം. ഓക്കെ, എന്താണ് ആവാസ വ്യവസ്ഥ നഷ്ടം? എന്താണ് ഹാബിറ്റേറ്റ് ലോസ്? ഓക്കെ, അപ്പോൾ എന്താണ് ഹാബിറ്റേറ്റ് എന്ന് പറയുന്നത്? ഹാബിറ്റേറ്റ് റെഫേഴ്സ് ടു ദ ഏരിയ വെർ സ്പീഷീസ് seek food, get shelter and reproduce. അപ്പോൾ എന്താണ് ഹാബിറ്റേറ്റ് എന്ന് പറയുന്നത്? ഒരു ഏരിയ, ഏതൊരു ഏരിയയിലാണോ ഒരു സ്പീഷീസ് നിൽക്കുന്നത് അവിടെ നിന്ന് തന്നെയാണ് അത് ഭക്ഷണം എടുക്കുന്നതും, അവിടെ തന്നെയാണ് അത് താമസിക്കുന്നതും, അവിടെ തന്നെയാണ് അത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നതുമുണ്ടെങ്കിൽ ആ ഒരു ഏരിയയാണ് ആ ഒരു സ്പീഷീസിൻ്റെ ഹാബിറ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ, ഹാബിറ്റേറ്റ് വാസസ്ഥലം എന്ന് പറയുന്നത് എവിടെയാണോ വസിക്കുന്നത് അവിടെയാണ് വാസസ്ഥലം. ഓക്കെ, മലയാളത്തിൽ ചുരുക്കി പറയുകയാണെങ്കിൽ അതാണ് ഹാബിറ്റേറ്റ് എന്ന് പറയുന്നത്. ഇനി വൈൽഡ് ആനിമൽസിൻ്റെയും അല്ലെങ്കിൽ വൈൽഡ് സ്പീഷീസിൻ്റെയും അല്ലെങ്കിൽ വൈൽഡ് പ്ലാന്റ്സിൻ്റെയും ഒക്കെ ഗ്രേറ്റസ്റ്റ് ത്രെട്ട്, ഒരു വലിയൊരു ഭീഷണി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ
അവരുടെ ഹാബിറ്റേറ്റ് നഷ്ടപ്പെടുന്നതും അതുപോലെ തന്നെ തടസ്സപ്പെടുന്നതും ഒക്കെയാണ് ഒരു വൈൽഡ് സ്പീഷീസിൻ്റെയൊക്കെ ഒരു ഗ്രേറ്റസ്റ്റ് ത്രെട്ട് ഒരു വലിയൊരു ഭീഷണി എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നും കൂടി പറയുകയാണെങ്കിൽ വന്യസസ്യങ്ങൾക്കും അല്ലെങ്കിൽ വന്യമൃഗങ്ങൾക്കും ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് അവരുടെ ആവാസ വ്യവസ്ഥയുടെ നാശമോ അല്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റുന്നതോ ആണ്. ഇനിയിപ്പോൾ ഒരു മൃഗത്തിൻ്റെ ആവാസ വ്യവസ്ഥ നശിപ്പിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ തടസ്സപ്പെടുത്തുകയോ ചെയ്താൽ അതെന്ത് ചെയ്യും? അത് പുതിയ മാറ്റങ്ങളുമായി ഒന്നെങ്കിൽ പൊരുത്തപ്പെടണം. നമ്മൾ നശിപ്പിച്ച ആ ഒരു കോലത്തിൽ അത് പൊരുത്തപ്പെടണം, അവിടെ ജീവിക്കാൻ അത് പൊരുത്തപ്പെടണം. അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും നീങ്ങണം, വേറെ എവിടെയെങ്കിലും പ്ലേസ് കണ്ടുപിടിക്കണം അതിന് ജീവിക്കാനും, അല്ലെങ്കിൽ അവിടെ കിടന്ന് മരിക്കണം. ആ ഒരു ആനിമലിന് അത് മാത്രമേ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ അതിന് അവിടെ കിടന്ന് തന്നെ മരിക്കണം, അല്ലെങ്കിൽ അതിനൊരു പുതിയൊരു പ്ലേസ്, അതിന് ജീവിക്കാനുള്ള പുതിയൊരു പ്ലേസ് അത് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ അവിടെ വന്നിട്ടുള്ള മാറ്റത്തെ അത് പൊരുത്തപ്പെടണം. ഓക്കെ, ഇനി അഥവാ അത് ഒരു പുതിയൊരു പ്ലേസ് കണ്ടുപിടിച്ച് അങ്ങോട്ട് മാറുകയാണെന്ന് കരുതുക. അതിന് ജീവിക്കാൻ വേറൊരു പ്ലേസ് കണ്ടുപിടിച്ച് അത് അവിടേക്ക് മാറുകയാണെന്ന് തന്നെ കരുതുകയാണെങ്കിൽ അവിടെയും കോമ്പറ്റേറ്റ് ചെയ്യേണ്ടി വരും, മത്സരിക്കേണ്ടി വരും. കാരണം എന്താണ്, അത് കണ്ടുപിടിച്ച ആ ഒരു സ്ഥലത്ത് ഒരുപാട് ഓർഗാനിസംസ് ജീവിക്കുന്നുണ്ടാവും, അവിടെയും വേറെ ഓർഗാനിസംസിൻ്റെ ഹാബിറ്റേറ്റ് ആയിരിക്കും അത്. അപ്പോൾ ഈ ഒരു ആനിമലിന് അവിടെ പോയിട്ട് ജീവിക്കുക എന്ന് പറയുമ്പോൾ അവരെ അടുത്ത് മത്സരിച്ച് ജയിച്ചാൽ മാത്രമേ അതിനവിടെ ജീവിക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി കുറച്ച് വേറെ ജീവികളുണ്ട്. പ്രാവ്, വീട്ടുകുരുവികൾ, എലി പോലത്തെ കുറച്ച് ജീവികൾ. ഇവയൊക്കെ എന്താണെന്ന് വെച്ചാൽ മനുഷ്യ പ്രവർത്തനങ്ങൾ, നമ്മുടെ ഹ്യൂമൻ മോഡിഫൈഡ് ഹാബിറ്റേറ്റ്സ് ഉണ്ട്. അവിടെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണമായി ഉണ്ടാകുന്ന ഹ്യൂമൻ മോഡിഫൈഡ് ഹാബിറ്റേറ്റ്സിലേക്ക് ചില ഓർഗാനിസംസ് അവിടെ പോയി ജീവിക്കും. ആ ഒരു പാരഗ്രാഫ് നിങ്ങൾ ഇരുന്ന് വായിക്കുക കേട്ടോ. ഹാബിറ്റേറ്റ് റെഫേഴ്സ് ടു ദ ഏരിയ വേർ സ്പീഷീസ് സീക്ക് ഫുഡ്, ഗെറ്റ് ഷെൽട്ടർ ആൻഡ് റീപ്രൊഡ്യൂസ് എന്ന് പറയുന്ന ആ ഒരു പാരഗ്രാഫ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു പാരഗ്രാഫിൻ്റെ മൊത്തമായിട്ട് ആ പാരഗ്രാഫിൽ എന്തൊക്കെയാണ് പറഞ്ഞതെന്നാണ് ഞാനിപ്പോൾ മലയാളത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ പാരഗ്രാഫ് ഒന്ന് ഇരുന്ന് വായിക്കുക കേട്ടോ. ഇനി പറയുന്നത് നോക്കിയേ. സം ഹാബിറ്റേറ്റ്സ് ആർ മോർ വൾനറബിൾ ടു സ്പീഷീസ് എക്സ്റ്റിൻഷൻ. ഓക്കെ, ദീസ് ആർ കാൾഡ് ഫ്രാഗൈൽ ഹാബിറ്റേറ്റ്സ്. അപ്പോൾ ചില ആവാസ വ്യവസ്ഥകൾ വംശനാശ ഭീഷണിയുടെ വക്കിലാണ്. അവയാണ് ഫ്രാഗൈൽ ഹാബിറ്റേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അവയാണ് ഫ്രാഗൈൽ ഹാബിറ്റേറ്റ്സ് എന്ന് പറയുന്നത്. എന്താണ് ഫ്രാഗൈൽ ഹാബിറ്റേറ്റ്സ് എന്ന് പറയുന്നത്? സം ഹാബിറ്റേറ്റ്സ് ആർ മോർ വൾനറബിൾ ടു സ്പീഷീസ് എക്സ്റ്റിൻഷൻ. ദീസ് ആർ കാൾഡ് ഫ്രാഗൈൽ ഹാബിറ്റേറ്റ്സ്. ഓക്കെ, ദുർബലമായ ആവാസ വ്യവസ്ഥ. എന്താണ് ഫ്രാഗൈൽ ഹാബിറ്റേറ്റ്സ് എന്ന് പറയുന്നത്? ചില ആവാസ വ്യവസ്ഥകൾ വംശനാശത്തിന് ഇരയാകുന്നുണ്ട്. ഓക്കെ, അവയെയാണ് നമ്മൾ ദുർബലമായ ആവാസ വ്യവസ്ഥകളെന്ന് വിളിക്കുന്നത്. അതിന് എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? കോറൽ റീഫ്സ്, ഓഷ്യാനിക് ഐലൻഡ്സ്, മൗണ്ടെയിൻ ടോപ്സ് ആർ ഇമ്പോർട്ടൻറ്റ് ഫ്രാഗൈൽ ഹാബിറ്റേറ്റ്സ്. അപ്പം ഈ മൂന്നെണ്ണം തന്നിട്ട് അതിൽ വേറെ ഒന്നും കൂടി ആഡ് ചെയ്തിട്ട് ഇവയിൽ പെടാത്ത 5 ഫ്രാഗൈൽ ഹാബിറ്റേറ്റ്സിൽ പെടാത്തവയെ കണ്ടുപിടിക്കാൻ പറഞ്ഞുകൊണ്ടൊക്കെ MCQ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഏതൊക്കെയാണ് ഫ്രാഗൈൽ ഹാബിറ്റേറ്റ്സ് എന്ന് ഓർത്ത് വയ്ക്കുക. ഏതൊക്കെയാണ്? കോറൽ റീഫ്സ്, ഓഷ്യാനിക് ഐലൻഡ്സ് ആൻഡ് മൗണ്ടെയിൻ ടോപ്സ് ആർ ഇമ്പോർട്ടൻറ്റ് ഫ്രാഗൈൽ ഹാബിറ്റേറ്റ്. ഓക്കെ, ഇനി എന്താണ് കോറൽ റീഫ്സ് എന്ന് നോക്കാം. Coral reefs have been found to be particularly fragile as they are susceptible to a rise in water temperature, sea levels and the introduction of pollutants and sediments that change its water quality. എന്താണ് കോറൽ റീഫ്സ് എന്ന് പറയുന്നത് വെച്ചാൽ പവിയപ്പുറ്റുകൾ. ഈ പവിയപ്പുറ്റുകൾ എങ്ങനെയാണ് ഫ്രാഗൈലായി തീരുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ വാട്ടർ ടെമ്പറേച്ചർ റൈസ് ചെയ്യും, അതുപോലെ തന്നെ സീ ലെവൽസ് റൈസ് ചെയ്യും, അതുപോലെ തന്നെ ചിലപ്പോൾ വാട്ടറിൽ പൊല്യൂട്ടൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതെന്ന് വെച്ചാൽ സെഡിമെൻറ്റ്സ് ദാറ്റ് ചേഞ്ച് ഇറ്റ്സ് വാട്ടർ ക്വാളിറ്റി. അപ്പോൾ വാട്ടർ ക്വാളിറ്റി ചേഞ്ച് വരും. ഓക്കെ, നമ്മൾ പൊല്യൂട്ടൻസ് ഒക്കെ ആഡ് ചെയ്താൽ വാട്ടർ ക്വാളിറ്റിയിൽ ചേഞ്ച് വരും, വാട്ടർ ക്വാളിറ്റി ലോ ആവും. ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് കോറൽ റീഫ്സിന് ജീവിക്കാൻ കഴിയില്ല. കോറൽ റീഫ്സ് എവിടെയാണ് ജീവിക്കുക? ക്ലീൻ ആൻഡ് ക്ലിയർ വാട്ടറിലാണ് കോറൽ റീഫ്സ് ജീവിക്കുക. കോറൽ റീഫ് ഡെവലപ്മെൻറ്റ്സ് ഈസ് ഗ്രേറ്റസ്റ്റ് ഇൻ വാം, ഷാലോ സൺ, ഡ്രാൻഡ് ഏരിയസ് ആൻഡ് ഇറ്റ് നീഡ്സ് ക്ലീൻ ആൻഡ് ക്ലിയർ വാട്ടർ. ഓക്കെ,
വാമായിട്ടുള്ള അതുപോലെ തന്നെ വലിയ ആയമൊന്നുമില്ലാത്ത സൂര്യപ്രകാശമുള്ള പ്രദേശങ്ങളിലാണ് പവിഴപ്പുറ്റുകളുടെ വികസനം ഏറ്റവും കൂടുതലായി കാണുന്നത്. അതുമാത്രമല്ല ഇവയ്ക്ക് എന്താണ് ശുദ്ധവും അതുപോലെ തന്നെ എന്താണ് വ്യക്തവുമായ ക്ലീൻ ആൻഡ് ക്ലിയർ വാട്ടർ വേണം. വെള്ളവും അത്യാവശ്യമാണ്. അല്ലാതെ പൊല്യൂട്ടൻസോ അതുപോലെ തന്നെ എന്താണ് സീ ലെവൽ ഇൻക്രീസ് ചെയ്ത് സീ ലെവൽ അതുപോലെ വാട്ടർ ടെമ്പറേച്ചർ കൂടി ഈ ഒരു പ്ലേസസിലൊന്നും ആർക്ക് ജീവിക്കാൻ കഴിയില്ല, കോറൽ റീഫ്സിന് ജീവിക്കാൻ കഴിയില്ല. ഓക്കെ, ഇനി productivity is decreased or even eliminated in areas subject to dirty sediment, land and water. ഓക്കെ, ഇനി വൃത്തികെട്ട അവശിഷ്ടങ്ങൾ നിറഞ്ഞ വെള്ളത്തിലൊക്കെ ആ ഒരു പ്രദേശങ്ങളിലൊക്കെ എന്താണ് ഈ കോറൽ റീഫ്സിൻ്റെ ഉൽപ്പാദനക്ഷമത മീൻസ് പ്രൊഡക്ടിവിറ്റി ഒക്കെ എന്താണ് കുറയും, അല്ലെങ്കിൽ അത് അവിടെ തന്നെ ഇല്ലാതാകുക തന്നെ ചെയ്യുന്നുണ്ട്. ഓക്കെ, കോറൽ ഗ്രോത്ത് ഈസ് നാച്ചുറലി വെരി സ്ലോ. ശരിക്കും പറഞ്ഞാൽ പവിഴ വളർച്ച എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും വളരെ ഒരു മന്ദഗതിയിലാണ്, വെരി സ്ലോ ആണ്, മന്ദഗതിയിലാണ്. ഓക്കെ, ഇനി പവിഴ വളർച്ച സ്വാഭാവികമായും വളരെ മന്ദഗതിയിലാണെന്ന് നമ്മൾ പറഞ്ഞു. 1992 ഭൂമിയിലെ നിലവിലുള്ള എല്ലാ പവിഴപ്പുറ്റുകളുടെ 10% പരിഹരിക്കാനാകാത്ത വിധം തന്നെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതങ്ങനെ സംഭവിച്ചതായിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ 30% പേർക്കും അടുത്ത 20 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യും, നാശനഷ്ടമുണ്ടാകുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി പരിഹാര നടപടിയൊന്നും എടുത്തിട്ടില്ല, നടപടിയൊന്നും എടുക്കുന്നില്ല എങ്കിൽ അടുത്ത 20-40 വർഷത്തിനുള്ളിൽ 30% നഷ്ടമുണ്ടാകുമെന്നും ആണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഇനി ഇന്ത്യ, ശ്രീലങ്ക, തായ്ലൻഡ് എന്നീ തീരപ്രദേശങ്ങളിലാണ് പവിഴപ്പുറ്റുകൾക്ക് സുനാമി. ഇന്ത്യ, ശ്രീലങ്ക, തായ്ലൻഡ് എന്നീ തീരപ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന കുറച്ച് പവിഴപ്പുറ്റുകളുണ്ട്. ഇവയൊക്കെ സുനാമി 2004 വന്ന സുനാമി നാശനഷ്ടമുണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത്രയൊക്കെയാണ് കോറൽ റീഫ്സിൽ പറയുന്നത്. എന്തെങ്കിലുമൊക്കെ മനസ്സിലായോ എന്താണ് കോറൽ റീഫ്സ് എന്ന് പറയുന്നത്? പവിഴപ്പുറ്റുകളാണ് കോറൽ റീഫ്സ് എന്ന് പറയുന്നത്. ഇവയ്ക്ക് എങ്ങനെയാണ് നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ വാട്ടർ വേണം. ക്ലീൻ ആൻഡ് ക്ലിയർ വാട്ടർ വലിയ ആയമൊന്നുമില്ലാത്ത സൂര്യപ്രകാശം തൊട്ട് നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ വാട്ടർ വേണം. അപ്പോൾ എന്താണ് വാട്ടറിൽ എന്താണ് പൊല്യൂട്ടൻസ് ഒക്കെ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ് അത് അവരുടെ ലൈഫിന്, അവരുടെ ഹാബിറ്റേറ്റിന് ഭീഷണിയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കോറൽ റീഫ്സിൻ്റെ മെയിൻ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഓഷ്യാനിക് ഐലൻഡാണ്. Existing data shows that 75% of the recorded animal extinction since 1600 have been on island rather than in continental areas. 1600 മുതൽ രേഖപ്പെടുത്തിയിട്ടുള്ള മൃഗങ്ങളുടെ വംശനാശത്തിൻ്റെ 75% എന്താണ് നമ്മുടെ കോണ്ടിനെൻ്റൽ ഏരിയയേക്കാളും കൂടുതൽ എവിടെയാണ്? ഐലൻഡിലാണ്. ഐലൻഡിലാണ് എന്നാണ് ഇപ്പോഴത്തെ നിലവിലുള്ള ഡാറ്റ നമുക്ക് കാണിക്കുന്നത്. ടെറസ്ട്രിയൽ സ്പീഷീസ് ഇൻ ഐസൊലേറ്റഡ് ഓഷ്യാനിക് ഐലൻഡ്സ് ആർ മോർ വൾണറബിൾ ടു ബീയിങ് വൈപ്ഡ് ഔട്ട് ദാൻ കോണ്ടിനെൻ്റൽ സ്പീഷീസ്. ഇനിയിപ്പോൾ ഒറ്റപ്പെട്ട ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഓഷ്യാനിക് ഐലൻഡ്സിൽ ടെറസ്ട്രിയൽ സ്പീഷീസ് ഉണ്ടാവും. ഇവ എന്താണ് പെട്ടെന്ന് തന്നെ തുടച്ചു നീക്കപ്പെടുന്നതാണ്. എന്തിനേക്കാളും മുന്നേ കോണ്ടിനെൻ്റൽ സ്പീഷീസിനേക്കാളും മുന്നേ ടെറസ്ട്രിയൽ സ്പീഷീസ്, ഐസൊലേറ്റഡ് ഐലൻഡ്സിലുള്ള ടെറസ്ട്രിയൽ സ്പീഷീസ് ആയിരിക്കും ആദ്യം എക്സ്റ്റിങ്ക്റ്റ് ആയത് നശിച്ചു പോകുന്നത്, തുടച്ചു നീക്കപ്പെടുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഈ ഒരു ആനിമൽസിനൊക്കെ എക്സ്റ്റിങ്ഷൻ വരുന്നത്, സ്പീഷീസിനൊക്കെ എക്സ്റ്റിങ്ഷൻ വരുന്നത്? അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ നോക്കി, ദ റീസൺ ഫോർ സ്പീഷീസ് എക്സ്റ്റിങ്ഷൻ ഓൺ ഓഷ്യാനിക് ഐലൻഡ്സ് ആർ റെസ്ട്രിക്റ്റഡ് റേഞ്ചസ്, ത്രെഡ് ഫ്രം അലൈൻ സ്പീഷീസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഐലൻഡ് സ്പീഷീസ്. ഈ ഒരു 3 കാരണം കൊണ്ടാണ് നമ്മുടെ ഓഷ്യാനിക് ഐലൻഡ്സിലെ സ്പീഷീസിന് എക്സ്റ്റിങ്ഷൻ സംഭവിക്കുന്നത്. ഓക്കെ, ഇനി ഹാബിറ്ററ്റ് ഐലൻഡാണ്. ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ സ്പീഷീസ് ഇൻ ഇക്കോളജിക്കൽ ഐലൻഡ്സ് അല്ലെങ്കിൽ ഹാബിറ്ററ്റ് ഐലൻഡ്സ് ആർ അറ്റ് ഗ്രേറ്റർ റിസ്ക് ഓഫ് എക്സ്റ്റിങ്ഷൻ. ഹാബിറ്ററ്റ് ഐലൻഡ്സ് അല്ലെങ്കിൽ ഇക്കോളജിക്കൽ ഐലൻഡ്സ് ഇവയിലുള്ള സ്പീഷീസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ റിസ്ക് ഓഫ് എക്സ്റ്റിങ്ഷൻ, വംശനാശ ഭീഷണിയുടെ വക്കിലാണ്. ഓക്കെ, ഫോർ ഇൻസ്റ്റൻസ് ഫ്രഷ് വാട്ടർ ലേക്സ് മീൻസ് അതിന് എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ഫ്രഷ് വാട്ടർ ലേക്കിൽ അല്ലെങ്കിൽ എന്താണ് ഒരു ചെറിയ പോണ്ടിലൊക്കെ ഒരുപാട് ആനിമൽസ് ഉണ്ട്. പക്ഷേ ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണം എന്താണ് ഇവയ്ക്കൊക്കെ എന്താണ് ഇത് വരും, എന്താണ് വംശനാശ ഭീഷണി വരും. നമ്മൾ ചിലപ്പോൾ കുളമൊക്കെ വറ്റിച്ച് അതിലുള്ള മീനുകളെയൊക്കെ എന്ത് ചെയ്യും,
ഒഴിവാക്കുകയൊക്കെ ചെയ്യും അല്ലേ. അവരുടെ ഹാബിറ്റേറ്റൊക്കെ മാറ്റിയൊക്കെ ഇതാകുമ്പോൾ അത് അവരുടെ ലൈഫിന് തന്നെ ഒരുപാട് ത്രെട്ടാണ്. അവരുടെ ലൈഫിൻ്റെ ഫോമിൽ നിന്ന് അവരുടെ മാറ്റുക എന്ന് പറയുമ്പോൾ അവരുടെ ലൈഫിന് ഒരുപാട് പ്രോബ്ലംസ് സൃഷ്ടിക്കുന്നുണ്ട്. ഒന്നും കൂടി പറയുകയാണെന്ന് വെച്ചാൽ ശുദ്ധജല തടാകങ്ങൾ, അതുപോലെ തന്നെ ഭൂമിയിൽ ചുറ്റപ്പെട്ട ജലാശയങ്ങൾ, യഥാർത്ഥ ദ്വീപുകൾ പോലെ ഇവയുടെയൊക്കെ ആവാസ വ്യവസ്ഥ ഒന്നെങ്കിൽ പരിഷ്കരിക്കുന്നതിനാലോ അല്ലെങ്കിൽ വിദേശ മീൻസ് ആക്രമണകാരികളായ ജീവജാലങ്ങളുടെ വരവിനാലോ എന്ത് ചെയ്യും, ഇവയിലൊക്കെ ഉയർന്ന തോതിലുള്ള വംശനാശം സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല. ഇനി നെക്സ്റ്റ് പറയുന്നത് ഇപ്പോൾ ഹാബിറ്റേറ്റ് ഐലൻഡ്സ് എന്താണെന്നോ ഓഷ്യാനിക് ഐലൻഡ്സ് എന്താ, കോറൽ റീഫ്സ് എന്താണെന്നൊക്കെ മനസ്സിലായല്ലോ. ഒരു കണക്കിന് MCQ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ബുക്ക് എന്ന് വരുന്നത് വെച്ചാൽ ഒരു വലിയൊരു ഉപകാരം തന്നെയാണ്. ഇതൊക്കെ കാണാതെ പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ബുദ്ധിമുട്ടാണ്. MCQ ആയതുകൊണ്ട് നമുക്ക് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി, നമുക്ക് ബൈ ഹാർട്ട് പഠിക്കണ്ടല്ലോ. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് അല്ലേ, എന്ത് എളുപ്പമാണ് അല്ലേ. അല്ലെങ്കിൽ ഉള്ളൊരു അവസ്ഥ എന്താണ്, എൻ്റെ അമ്മ ഇതൊക്കെ കൂടി അങ്ങ് കാണാതെ പഠിക്കുക എന്ന് പറഞ്ഞാൽ Habitat destruction is recognized today as the most significant threat to global biodiversity and bears responsibility for much of the species loss worldwide. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഹാബിറ്റേറ്റ് ഡിസ്ട്രക്ഷൻ അതാണ് ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റിയുടെ മെയിൻ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ത്രെട്ട് എന്ന് പറയുന്നത്. ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റിയുടെ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ത്രെട്ട് എന്ന് പറയുന്നത് തന്നെ ഹാബിറ്റേറ്റ് ഡിസ്ട്രക്ഷൻ ആണ്. വാസസ്ഥലം നശിപ്പിക്കുക എന്നതാണ് മെയിനായിട്ടുള്ള ഒരു ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റിയുടെ ത്രെട്ട്, ഭീഷണി എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഇതിലെ പോയിന്റ്സ് വരുന്നത് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫെല്ലിംഗ് ഓഫ് ഫോറസ്റ്റ് ഫോർ ലാൻഡ് യൂസ്. നമ്മൾ ഫോറസ്റ്റിനെ ഒരുപാട് ഫോറസ്റ്റ് കയ്യേറി ഇപ്പോൾ നമ്മൾക്ക് വാസസ്ഥലം നമ്മൾക്ക് യൂസ് ചെയ്യുന്ന ലാൻഡായിട്ട് നമ്മൾ മാറ്റി തീർത്തിട്ടുണ്ട്. ക്ലിയറിങ് ഫെല്ലിംഗ് ഫോർ ഡെവലപ്മെൻറ്റ് വെച്ചാൽ നമ്മൾ ഫോറസ്റ്റിൽ നിന്ന് ഒന്നെങ്കിൽ ഡെവലപ്മെൻറ്റിന് അല്ലെങ്കിൽ അഗ്രികൾച്ചറിന് അല്ലെങ്കിലോ നമ്മുടെ ഡൊമസ്റ്റിക് പർപ്പസിനൊക്കെ എന്താണ് നമ്മൾ ഫോറസ്റ്റ് കയ്യേറിയിട്ടുണ്ട്. അത് ഫോറസ്റ്റ് കയ്യേറുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ബയോഡൈവേഴ്സിറ്റിയാണ് എഫക്റ്റ് ചെയ്യുന്നത്. അവിടുത്തെ ഹാബിറ്റേറ്റ് ആയിട്ടുള്ള ഒരുപാട് സ്പീഷീസിനെ അവരുടെ ലൈഫിനെ നമ്മൾ നശിപ്പിച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഫോറസ്റ്റിൻ്റെ ഏരിയ കയ്യേറുന്നത്. അതാണ് ഫസ്റ്റ് പോയിന്റ്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിസ്ട്രക്ഷൻ ഓഫ് മാൻഗ്രോവ് സൈറ്റ്സ് ഫോർ അക്വാകൾച്ചർ. ഇതെന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ബയോഡൈവേഴ്സിറ്റി ലോസ് ആവുന്നതിനുള്ള കാരണങ്ങളാണ്. ഫസ്റ്റ് ആണ് ഫോറസ്റ്റ് നമ്മൾ കയ്യേറുന്നത്, സെക്കൻഡ് ആണ് മാൻഗ്രോവ് സൈറ്റ്സ്. അവിടെയൊക്കെ ഒരുപാട് സ്പീഷീസ് ഹാബിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, അവിടെ താമസിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നശിപ്പിച്ചിട്ട് അവിടെ അക്വാകൾച്ചർ ഫോം ചെയ്യും. പിന്നെയോ മൈനിങ് ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് കോറൽസ്, കൺവേർഷൻ ഓഫ് വെല്ലറ്റ്സ് ഫോർ ലാൻഡ് യൂസ്. വെല്ലറ്റ്സ് ഒക്കെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുക, നമ്മുടെ ലാൻഡായിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ കൺവേർട്ട് ചെയ്യാം. പിന്നെ ഓവർ എക്സ്ട്രാക്ഷൻ ഓഫ് ടിമ്പർ ആൻഡ് ഫ്യൂൽ വുഡ്, ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ബേണിംഗ് ഓഫ് ഹാബിറ്റേറ്റ്സ്, ഫോറസ്റ്റ് ഫയറിംഗ് ഫോർ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. എന്ന് വെച്ചാൽ നമ്മൾ ഫോറസ്റ്റ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷന് വേണ്ടി ഫോറസ്റ്റ് കത്തിക്കുന്നത്, അതുപോലെ തന്നെ ഗ്രാസ് ലാൻഡ്സ് ഒക്കെ ഫയർ ചെയ്യുക. അതെന്താണെന്ന് വെച്ചാൽ നല്ലൊരു ഫുഡ്, ഇംപ്രൂവ് ഫുഡ് ഫോർ കാറ്റലിന് നല്ലൊരു ഫുഡ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴൊക്കെ ഒരുപാട് ഓർഗാനിസംസിൻ്റെ ലൈഫ് ഹാബിറ്റേറ്റ് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഡാമിങ് ഓഫ് റിവേഴ്സ്, പിന്നെ പറയുന്നത് എന്താണ്, സിൽറ്റേഷൻ അല്ലെങ്കിൽ സെഡിമെൻറ്റേഷൻ ഓഫ് ഫ്രഷ് വാട്ടർ ബോഡീസ്. പിന്നെ പൊല്യൂഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ, ആലോചിച്ചാൽ തന്നെ അറിയാം. പൊല്യൂട്ട് ആകുമ്പോൾ ആ ഒരു നാച്ചുറൽ ഹാബിറ്റേറ്റ് പൊല്യൂട്ട് ആകുമ്പോൾ അവിടെ താമസിക്കുക എന്ന് പറയുന്നത് റിസ്ക് ആണ്. അപ്പോൾ ഒരുപാട് ആനിമൽസ് അവിടെ നിന്ന് മാറും. അതുപോലെ ഇൻഡസ്ട്രിയൽ വേസ്റ്റൊക്കെ വാട്ടറിലേക്ക് വന്നാൽ ആ ഒരു ആക്വാട്ടിക് ഹാബിറ്റേറ്റ് തന്നെ നശിച്ചു പോകും. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റിക്ക് ത്രെട്ടാകുന്നത്, അല്ലെങ്കിൽ ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ലോസ് ആവാനുള്ള കാരണമായി തീരുന്നത്. ഇന്ന് 3/4 വംശനാശ ഭീഷണി നേരിടുന്ന ഓർഗാനിസംസും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ വാസസ്ഥലം നഷ്ടപ്പെട്ടിട്ടാണ്. ഓക്കെ, അവരുടെ വാസസ്ഥലം നഷ്ടപ്പെട്ടിട്ടാണ് അവർ ആ ഒരു വംശനാശ ഭീഷണി നേരിടുന്നത്. നമ്മുടെ മനുഷ്യരുടെ ജനസംഖ്യ കൂടുന്നത് കാരണം കൊണ്ട് തന്നെ നമുക്ക് പാർക്ക് അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ ഫോറസ്റ്റൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അവിടുത്തെ ബയോഡൈവേഴ്സിറ്റി ഉള്ള ആനിമൽസിൻ്റെ വംശനാശ ഭീഷണി നേരിടുകയാണ്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് ആണ്. പീപ്പിൾ യൂസ് സം പ്ലാന്റ്സ് ആൻഡ് ആനിമൽ സ്പീഷീസ് അറ്റ് എ ഗ്രേറ്റർ റേറ്റ് ദെൻ ദ സ്പീഷീസ് ക്യാൻ റീപ്ലേസ് ദംസെൽഫ്. നമ്മൾ മനുഷ്യർ അവരെ റീപ്ലേസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. മനുഷ്യർ അവരെ യൂസ് ചെയ്യുന്നു, ഹ്യൂമൻ ബീങ്സ് അവരെ യൂസ് ചെയ്യുന്നുണ്ട്. ചില സസ്യജന്തുജാലങ്ങളെ ആളുകൾ സ്വയം
മാറ്റി സ്ഥാപിക്കുന്നതിനേക്കാൾ വലിയ നിരക്കിൽ തന്നെ അവയെ ഉപയോഗിക്കുന്നുണ്ട്. വളരെയധികം മത്സ്യബന്ധനവും അതുപോലെ തന്നെ ജലമലിനീകരണവും ആവാസ വ്യവസ്ഥയുടെ നാശവും കാരണമാണ് ലോകത്തിലെ 9 പ്രധാന സമുദ്ര മത്സ്യബന്ധനം കുറയുന്നത്. ഓക്കെ, അതാണ് പറയുന്നത് കേട്ടോ. 9 ഓഫ് ദ വേൾഡ്സ് മേജർ ഓഷ്യൻ ഫിഷറീസ് ആർ ഡിക്ലൈനിങ്. കുറച്ച് 9 ഫിഷറീസ് ആ ഓഷ്യൻ ഫിഷറീസ് കുറയാൻ കാരണം തന്നെ എന്തുകൊണ്ടാണ്? വളരെയധികമുള്ള മത്സ്യബന്ധനവും ജലമലിനീകരണവുമാണ്. ഇവിടെ ആവാസ വ്യവസ്ഥയുടെ നാശവും കാരണമാണ് ലോകത്തിലെ 9 പ്രധാന സമുദ്ര മത്സ്യബന്ധനം കുറയുന്നത്. ഇനി അതിൻ്റെ എക്സാമ്പിൾ തന്നിട്ടുള്ളത് തെക്കൻ ബ്ലൂഫിൻ ട്യൂണ, അറ്റ്ലാന്റിക് ഹാലിബട്ട്, പസഫിക് അറ്റ്ലാന്റിക് സാൽമൺ ഇവയൊക്കെയാണ്. ഇനി പറയുന്നത് മഹാഗണി. കറന്റ് ലോഗിംഗ് റേറ്റ്സ് റിട്ടേൺ ടു എലിമിനേറ്റ് മഹാഗണി ആൻഡ് മെനി അതർ ട്രീ സ്പീഷീസ് ദാറ്റ് ടേക്ക് മെനി ഇയേഴ്സ് ടു ഗ്രോ ആൻഡ് മെച്യൂർ. നിലവിലെ ലോഗിംഗ് നിരക്കുകൾ ഒരുപാട് വളരാൻ ഒരുപാട് വർഷങ്ങളെടുക്കുന്ന, അല്ലെങ്കിൽ അതൊരു മെച്യൂർ ആവാൻ ഒരുപാട് വർഷങ്ങളെടുക്കുന്ന മഹാഗണിയെയും മറ്റ് പല വൃക്ഷ ഇനങ്ങളെയും ഇല്ലാതാക്കുമെന്നുള്ളൊരു ഇതുണ്ട്. വംശനാശം ഉണ്ടാകും എന്നുള്ളൊരു ധാരണയുണ്ട്, എലിമിനേറ്റ് ചെയ്യും എന്നുള്ളൊരു ധാരണയുണ്ട്. ഇനി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വളർത്തു മൃഗങ്ങൾ, നാടോടി മരുന്നുകൾ, അതുപോലെ തന്നെ രുചികരമായ ഭക്ഷണങ്ങൾക്ക്, അലങ്കാര വസ്തുക്കൾക്ക്, മറ്റു ഉപയോഗങ്ങൾക്കൊക്കെ ആയിട്ട് പ്രതിവർഷം $10 ബില്യൺ ആഗോള വിപണിയിൽ ആനകളുടെയും കാണ്ടാമൃഗങ്ങളുടെയും കടൽ കുതിരകളുടെയും ഒക്കെ വർണ്ണപവ്യങ്ങളുടെയും ഒക്കെ ഉഷ്ണമേഖലാ സസ്യങ്ങളുടെയും പക്ഷികളുടെയും കരടികളുടെയും പാണ്ടകളുടെയും കടുവകളുടെയും ഒക്കെ ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവയ്ക്കൊക്കെ നല്ലൊരു ഭീഷണിയാണ്. കാരണം ഇത്രയോത്തോളം യൂസ് ചെയ്യുന്നുണ്ട് ഇവരെ. ഈ ഒരു പറഞ്ഞ ഒരുപാട് ആനിമൽസിനെ ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ. ഇവയൊക്കെ എന്താണ് 10 ബില്യൺ $10 ബില്യൺ ഇവയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഗ്ലോബൽ മാർക്കറ്റ് ഇവയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സെലക്റ്റീവ് ഡിസ്ട്രക്ഷൻ ഓഫ് സ്പീഷീസ് ആണ്. അത് നമുക്ക് നോക്കാം. സെലക്റ്റീവ് ഡിസ്ട്രക്ഷൻ ഓഫ് സ്പീഷീസ് ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത് ദ സെലക്റ്റീവ് ഡിസ്ട്രക്ഷൻ ഓഫ് വൺ സ്പീഷീസ് ഓഫ് ആൻ എക്സിസ്റ്റിംഗ് ഫ്യൂണ can produce equally unfortunate results. The perfect demonstration of unexpected consequences of such selective destruction can be explained to you by the example of പാസഞ്ചർ പീജിയൻ. നമ്മൾ ഒരു സ്പീഷീസിനെ ഒരുപാട് യൂസ് ചെയ്ത് അത് പെട്ടെന്ന് തന്നെ എക്സ്റ്റിങ്ക്റ്റ് ചെയ്ത് പോണ ആ ഒരു ടോപ്പിക്കാണ് ഇതിൽ പറയുന്നത്. അതിന് എക്സാമ്പിളായിട്ട് തന്നത് പാസഞ്ചർ പീജിയനാണ്. അത് ആ ഒരു ടൈമിൽ നന്നായിട്ട് നമ്മുടെ വേൾഡിൽ നന്നായിട്ടുള്ളൊരു സ്പീഷീസ് ആയിരുന്നു. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താ വെച്ചാൽ അത് ഒരു കൂട്ടമായിട്ടാണ് അത് പറന്നിരുന്നത്. അത് പറക്കുമ്പോൾ അതിൻ്റെ അടിയിൽ അത്രത്തോളം ഇരുട്ടായിരുന്നു. അതിൻ്റെ എമൗണ്ട്സൊക്കെ അതിൻ്റെ കണക്കുകളൊക്കെ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞു തരാം. 19th century, മിഡിൽ ഓഫ് 19th centuryയിലായിരുന്നു ഇവരുടെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് കേട്ടോ. Their flocks darkened the sky during migration, and one such flock alone was 400 kilometers long and has no less than 2 billion birds. Okay, ഇവരെന്ന് പറയുമ്പോൾ ഇവർ ഒരു കൂട്ടമായി പറക്കുമ്പോൾ എന്താണ് അത് സ്കൈ ആകാശത്തെ ഇരുട്ടാക്കിയിരുന്നു. കാരണം ഇവർ പറക്കുന്നത് 400 കിലോമീറ്ററോളം ഒരു കൂട്ടം ബേർഡ്സ് ഉണ്ടാവും. ഇതിലൊരു 2 ബില്യൺ ബേർഡ്സെങ്കിലും ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, അത്ര ഹ്യൂജ് നമ്പേഴ്സിലായിരുന്നു ഇവരൊരു കൂട്ടമായിട്ട് പറഞ്ഞിരുന്നത്. അതുപോലെ ഇവർ താമസം അങ്ങനെയൊക്കെ ഇവർ ഇത് പറയുന്നുണ്ട്. എങ്ങനെയാണ് ഇവർ ഈ ഒരു ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതായതെന്ന് വെച്ചാൽ ദേ വേർ കിൽഡ് ഫോർ ഫുഡ് എവറി ഇയർ. എല്ലാ വർഷവും ഇവരെ എന്താണ് കൊന്നെടുക്കുക, ഫുഡിന് വേണ്ടിയിട്ട് കൊന്നടുക്കിയിട്ടാണ് ഈ ഒരു സ്പീഷീസ് തന്നെ ഭൂമിയിൽ നിന്ന് ഇല്ലാതായത്. കാരണം ഈ ഒരു സെലക്റ്റീവായിട്ട് മീൻസ് ഇത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സ്പീഷീസിനെ തന്നെ നമ്മൾ സെലക്റ്റീവായിട്ട് ഡിസ്ട്രക്റ്റ് ചെയ്യുക, അതിനെ തന്നെ തുടർന്ന് അതിനെ തന്നെ കൊന്നു തിന്ന് അവസാനം അപ്പോൾ അത് ഇല്ലാതായി. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് സെലക്റ്റീവ് സ്പീഷീസ്. ഇതൊക്കെ സിമ്പിളാണ്, ഇതിലൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല, ഇതൊക്കെ നിങ്ങളൊന്ന് വായിച്ചാൽ മതി. പിന്നെ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബ്രീഡിംഗ് ഒക്കെ ചെയ്തിട്ട് ഒരുപാട് അവരുടെ വെറൈറ്റികൾ ഉണ്ടാക്കുമല്ലോ. ആനിമൽസിനെ ആയാലും ബ്രീഡ് ചെയ്തിട്ട് പ്ലാന്റ്സിനെ ആയാലും ബ്രീഡ് ചെയ്തിട്ടൊക്കെ നമ്മൾ ഒരുപാട് ആനിമൽസിനെയൊക്കെ ഉണ്ടാക്കുമല്ലോ. പ്ലാന്റ്സിനെ ആയാലും ആനിമൽസിനൊക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അവരുടെ സ്വന്തമായിട്ടുള്ള നേച്ചർ അത് മുഖേന നഷ്ടപ്പെടുകയാണ്. മനുഷ്യർക്ക് വേണ്ടിയിട്ട് അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഒരു കറക്റ്റ് നേച്ചറുള്ളൊരു ഓർഗാനിസംസിനെ തമ്മിൽ ബ്രീഡ് ചെയ്ത് പുതിയൊരു വെറൈറ്റി കണ്ടുപിടിക്കുമ്പോൾ അവരുടെ നേച്ചർ അവർക്ക് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അതൊക്കെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത്. പിന്നെ
പെസ്റ്റിസൈഡ് നമുക്കറിയാലോ, നമ്മൾ ഇൻസെക്റ്റ് പോളിനേറ്റേഴ്സിനെയൊക്കെ ഒഴിവാക്കാനാണ് നമ്മൾ നമ്മുടെ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്നത്, നമ്മുടെ ക്രോപ്പ് ഈൽഡ് ഇൻക്രീസ് ചെയ്യാൻ. അല്ലെങ്കിൽ അവരെന്താണ് നമ്മുടെ ക്രോപ്പ് എന്ത് ചെയ്യും, നശിപ്പിക്കും. ഈ ഒരു പെസ്റ്റിസൈഡ്സ് ഒക്കെ എന്താണ് നമ്മുടെ അക്വാട്ടിക് ഇക്കോസിസ്റ്റത്തിലൊക്കെ എത്തിയാൽ അവിടെയുള്ള റിവേഴ്സ് ആയാലും ലേക്സ് ആയാലും അതിൽ ജീവിക്കുന്ന ഓർഗാനിസംസ് ഒക്കെ നശിച്ചു പോകും. അതും ഒരു എന്താണ് ഹാം ഇഫക്റ്റാണ് നമ്മുടെ ബയോഡൈവേഴ്സിറ്റിക്ക്. ഓക്കെ, അതുപോലെ തന്നെ സെവറൽ പെസ്റ്റിസൈഡ്സ് ബാൻഡ് ഇൻ ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആർ സ്റ്റിൽ എക്സ്പോർട്ടഡ് ടു ഡെവലപ്പിംഗ് കൺട്രീസ് സച്ച് എസ് DDT വെച്ചാൽ നമ്മൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഒക്കെ ഒഴിവാക്കി ബാൻ ചെയ്തിട്ടുള്ളത് ഇപ്പോഴും ഡെവലപ്പിംഗ് കൺട്രീസിൽ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. അതിന് എക്സാമ്പിളാണ് DDE, PCBs. These substances mimic or interferes with normal hormones in living organisms. അതുപോലെ റിപ്രൊഡക്റ്റീവ് അബ്നോർമാലിറ്റീസ് വെച്ചാൽ ഓരോ ഓർഗാനിസംസ് അതൊക്കെ അക്വാട്ടിക് ഇക്കോസിസ്റ്റത്തിൽ എത്തിയാൽ DDT പറയുന്ന പെസ്റ്റിസൈഡ്സ് ഒക്കെ എത്തിയാൽ വാട്ടറിലോ റിവേഴ്സിലോ ലെക്സിലോ ഒക്കെ എത്തിയാൽ എന്താണ് ഒരുപാട് അബ്നോർമാലിറ്റീസ് വരും. അവിടെയുള്ള ഇക്കോസിസ്റ്റത്തിന് എന്താണ് ഒരുപാട് അബ്നോർമാലിറ്റീസ് വരും. ഓക്കെ, അതൊക്കെയാണ് പറയുന്നത്. ഇനി ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച് ആണ്. ഇതിൽ പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻക്രീസിനെ പറ്റിയാണ്. വെച്ചാൽ നമ്മൾ ഒരുപാട് ഫോസിൽ ഫ്യൂവൽസ്, അതുപോലെ തന്നെ ബേണിങ് ട്രീസ്, അതുപോലെ ഒരുപാട് ബേണിങ്സ്, വെഹിക്കിൾസ്, ഇവയിൽ നിന്നൊക്കെ എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും, അറ്റ്മോസ്ഫിയറിൽ ഇൻക്രീസ് ചെയ്യും. അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഇൻക്രീസ് ചെയ്താൽ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവും. അത് നമ്മുടെ ക്ലൈമറ്റിനെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട് അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡ് ഇൻക്രീസ് ചെയ്താൽ എന്താണ് നമ്മുടെ എന്താണ് പ്രശ്നം വെച്ചാൽ ഗ്ലോബൽ ടെമ്പറേച്ചർ കൂടും. അതുപോലെ തന്നെ ഇൻക്രീസിങ് സീ ലെവൽസ് ആൻഡ് ചേഞ്ച് ഇൻ ക്ലൈമറ്റ് പാറ്റേൺസ്. ഇപ്പോൾ തന്നെ നമ്മുടെ ക്ലൈമറ്റ് നിങ്ങൾക്ക് അറിയാലോ. ഇപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ നല്ല മഴയാണ്. മഴക്കാലം ആയിട്ടില്ല അല്ലേ, പക്ഷെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ നോക്കൂ നിങ്ങൾ. രാവിലെ ചിലപ്പോൾ കുറച്ച് നേരം വെയിലായിരിക്കും, പിന്നെ നല്ല മഴയായിരിക്കും. ഇപ്പം നല്ല എന്താണ് ഇപ്പോൾ ഒരു ടൈം 4-4:30 ആയിട്ടുള്ളൂ. ഓക്കെ, ഇപ്പോൾ എന്താണ് നല്ല മഴ, മൂടി പിടിച്ച് മഴ, നല്ല ഇരുട്ടായിട്ടാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ അതൊക്കെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് കൊണ്ട് വരുന്നതാണ്. ഈ ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ വരുന്നതെന്ന് പറയുന്നത് ഹ്യൂമൻ ആക്ടിവിറ്റീസ് കൊണ്ടാണ്. അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടിയ ഡ്രൗട്ടിനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ കാലാവസ്ഥ ചേഞ്ച് ചെയ്യുമ്പോൾ ചില സ്പീഷീസിന് എന്താണ് അതിജീവിക്കാൻ കഴിയില്ല. അവർക്ക് അവരുടേതായ ഒരു കറക്റ്റ് ക്ലൈമറ്റിക് കണ്ടീഷൻസ് ഉണ്ടാവും. അപ്പോൾ അത് ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഇൻക്രീസ് ആകുമ്പോൾ ആ ക്ലൈമറ്റിക് കണ്ടീഷൻ തെറ്റുമ്പോൾ അത് അവർക്ക് അതിജീവിക്കാൻ കഴിയില്ല. അപ്പോൾ അവരുടെ ബയോഡൈവേഴ്സിറ്റി അവർക്ക് നഷ്ടപ്പെടുകയാണ്. ഓക്കെ, ഇതൊക്കെയാണ് ഈ ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ചിൽ പറയുന്നത്. അപ്പോൾ ഇത്രയും മതി. ഇതിലിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയാണ്, ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റിൽ 3-4 പോയിൻറ്റ്സിലെ സെലക്റ്റീവ് ഡിസ്ട്രക്ഷൻ ഓഫ് സ്പീഷീസും, അതുപോലെ തന്നെ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് സെലക്റ്റീവ് സ്പീഷീസ്, യൂസ് ഓഫ് പെസ്റ്റിസൈഡ്, അതുപോലെ ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച്. ഇവ എന്ത് ചെയ്യണം, നിങ്ങളൊന്ന് വായിച്ച് നോക്കണം കേട്ടോ. ജസ്റ്റ് അതിൻ്റെ ഉള്ളിലുള്ള കാര്യം പറഞ്ഞു തന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം MCQ ആണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എന്തായാലും ഇരുന്ന് വായിക്കണം. അപ്പോൾ ജസ്റ്റ് വായിക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടിക്കോട്ടെ എന്ന് കരുതിയാണ് അങ്ങനെ പറയുന്നത്. ശരിക്കും ഇങ്ങനെയല്ല ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ക്ലാസ് എടുക്കേണ്ടത്. ഓരോ ലൈൻ ബൈ ലൈനായിട്ട് ഡിസ്കസ് ചെയ്യണം. ഞാൻ ഈ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഫസ്റ്റ് വീഡിയോ ഒക്കെ അങ്ങനെയാണ് ഡിസ്കസ് ചെയ്ത്. ഓരോ ലൈൻ ബൈ ലൈനായിട്ട് വായിച്ച് അതിന് മീനിങ്സൊക്കെ പറഞ്ഞ് അങ്ങനെ ഡിസ്കസ് ചെയ്ത് പോയിക്കായിരുന്നു. അപ്പോൾ അത് ഒരുപാട് കുട്ടികൾക്ക് അതൊരു ബുദ്ധിമുട്ടാണ്, ബോറടിക്കുകയാണ്. മീൻസ് എന്താണ് ഒരു വീഡിയോ പെട്ടെന്ന് എന്താണ് ലോങ് ആണ്, അതുപോലെ തന്നെ വീഡിയോ ലോങ്ങും ആണ്, അതുപോലെ തന്നെ ഒരുപാട് ടൈം ഇങ്ങനെ കേട്ടിരിക്കും വേണമല്ലോ. അതുകൊണ്ടൊക്കെ ആയിരിക്കും അവരൊക്കെ ഒരുപാട് കുട്ടികളുടെ അടുത്ത് പറഞ്ഞു അത് വേണ്ട മാം, അതിൻ്റെ ഒരു പാരഗ്രാഫിൻ്റെ കീഴിലുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് പറഞ്ഞു തന്നാൽ അതാണ് ഉപകാരം. അല്ല, കുറച്ച് കുട്ടികൾ ഇങ്ങനെ മതി, ടെക്സ്റ്റ് ബുക്ക് വായിച്ച് പറഞ്ഞു തന്നാലും മതി എന്ന് പറഞ്ഞവരുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി ഇതായിരിക്കും ഈസി. മറ്റേത് പറയുമ്പോൾ ഓരോ ലൈൻ വായിച്ച് ക്ലാസ് എടുത്ത് പറഞ്ഞു വരുമ്പോൾ വീഡിയോ ഒരുപാട് ലോങ് ആവും. അപ്പോൾ അത് നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. പിന്നെ പറയുമ്പോൾ എനിക്കും സിമ്പിൾ എന്താണ് ഇങ്ങനെ കാര്യം അതിൻ്റെ ഉള്ളിലടക്കം പറയുന്നത് അങ്ങ് പോകുന്നതാണ് എനിക്കും സിമ്പിള്. പക്ഷേ MCQ ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് മറക്കണ്ട. MCQ ആയതുകൊണ്ട് എന്താണ് ഞാൻ തന്നെ ഒരുപാട് MCQ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തന്നത് അത് തന്നെ വരും എന്നൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, എന്തായാലും അത് മാത്രം പഠിച്ചുകൊണ്ടൊന്നും എക്സാമിന് പോകരുതേ. എന്ത് ചെയ്യണം, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കണം കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് കൂടെ ഈ MCQ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ MCQ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബുക്ക് എന്തായാലും വായിച്ചിരിക്കണം കേട്ടോ. 2-3 തവണയൊക്കെ ഇരുന്ന് വായിച്ചോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇത്രയും മതി. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയും മതി. എന്തൊക്കെയാണ് പഠിച്ചത്? ഇപ്പം
നമ്മൾ ബയോഡൈവേഴ്സിറ്റിയെ കുറിച്ചാണ് പഠിക്കുന്നത്. ബയോഡൈവേഴ്സിറ്റി എന്താണെന്നൊക്കെ നമ്മൾ നന്നായിട്ട് ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. കോസസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലായില്ല. ഫസ്റ്റ് ടോപ്പിക്കാണ് ഹാബിറ്റേറ്റ് ലോസ്. അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതിൽ ഹാബിറ്റേറ്റ് ലോസ് ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് ഡിസ്കസ് ചെയ്തു. പിന്നെന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താണ് പോച്ചിങ് ഓഫ് വൈൽഡ് ലൈഫും ബയോളജിക്കൽ ഇൻവേഷൻ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. അതൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് നോക്കാം. നോക്കിയ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളത് നോക്കിയേ. ദ പെർഫെക്റ്റ് എക്സാമ്പിൾ ഓഫ് സെലക്റ്റീവ് ഡിസ്ട്രക്ഷൻ ഈസ് ഗ്രേറ്റ് ഇന്ത്യൻ റിനോസേഴ്സ്, ആൽഗേറ്റേഴ്സ്, പാസഞ്ചർ പീജിയൻ, സീഗൾസ്. നമ്മൾ പറഞ്ഞില്ലേ സെലക്റ്റീവ് ഡിസ്ട്രക്ഷൻ മുഖേന എക്സ്റ്റിങ്ഷൻ വന്നത് ആർക്കായിരുന്നു? പാസഞ്ചർ പീജിയൻ ആണ് അല്ലേ. ഓക്കെ, ആൻസർ ഈസ് പാസഞ്ചർ പീജിയൻ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മെയിൻ റീസൺസ് ഫോർ എനിമൽ സ്പീഷീസ് എക്സ്റ്റിങ്ഷൻ അറ്റ് ദ കറൻറ്റ് ഹൈ റേറ്റ്സ് ആർ. നമുക്കറിയാം ഡൊമസ്റ്റിക്കേഷൻ ഓഫ് സെലക്റ്റീവ് സ്പീഷീസ് ഓഫ് അനിമൽസ് ആണ് ആൻസർ. ദെൻ ഹാബിറ്റേറ്റ് മോഡിഫിക്കേഷൻ മേ ഒക്കർ ഡ്യൂ ടു fragmentation of original habitat, pollution, changes in species composition due to humans. All of the above. Answer is all of the above. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യണമെങ്കിൽ എന്താണ് നിർബന്ധമായും ടെക്സ്റ്റ് ബുക്ക് വായിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും മതി നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.